Hello, dear students. Welcome to the online session of e-business. This is Rahul R, Assistant Professor, Department of Commerce. Our first topic is elements of an e-business solution. So, before we get into elements of an e-business solution, what is business solution? Business solution simply refers to those applications an organization used to conduct their various business activities. ഓരോ ഓർഗനൈസേഷൻ അവരുടെ പലതരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ് സർവീസസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനെയാണ് ബിസിനസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ തരത്തിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്ന ബിസിനസ് സൊല്യൂഷൻസ് ഏതൊക്കെയാണ് എന്നാണ്. There are mainly 5 key elements of an e-business solutions. They are customer relationship management, enterprise resource planning, supply chain management, knowledge management and e-markets. ഇതിൽ CRM, ERP ആൻഡ് SCM ഈ 3 ടോപ്പിക്സിനെ പറ്റിയിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് നോളജ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും മാർക്കറ്റിനെ പറ്റിയിട്ടും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. So what is knowledge management? It is the identification and analysis of available and required knowledge assets and related processes. ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള നോളജ് അസറ്റ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക, അനാലിസിസ് ചെയ്യുക. ഈ നോളജ് അസറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയുണ്ടോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഒരു ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെയാണ് നോളജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ പലതരത്തിലുള്ള നോളജ് അസറ്റ്സ് ഏതൊക്കെ, അതിൻ്റെ റിലേറ്റഡ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെ, ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നോളജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യനാണ് നോളജ് അസറ്റ് എന്താണ്? Knowledge assets comprise of all knowledge that a business has or needs to have in order to generate profits and add value. ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായി വരുന്ന എല്ലാ തരത്തിലുള്ള നോളജിനെയും എല്ലാ തരത്തിലുള്ള അറിവിനെയുമാണ് നോളജ് അസറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് മാർക്കറ്റ്സ്. It is an electronic meeting place for buyers and sellers for exchanging their goods and services. E-market use internet technology to connect multiple buyers and sellers. ബയേഴ്സിനും സെല്ലേഴ്സിനും അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിനെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് മീറ്റിംഗ് പ്ലേസിനെയാണ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബിസിനസ് മോഡൽസ്. ആൻ ബിസിനസ് മോഡൽ റെഫേഴ്സ് ടു എ മോഡൽ ദാറ്റ് എ കമ്പനി അഡോപ്റ്റ്സ് ടു ബിക്കെയിം എ പ്രോഫിറ്റബിൾ ബിസിനസ് ഓൺ ദി ഇൻ്റർനെറ്റ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ എ കമ്പനി ഓപ്പറേറ്റ്സ് ആൻഡ് ഹൗ ഇറ്റ് പ്രൊവൈഡ്സ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ബിസിനസ് മോഡൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ്റർനെറ്റിൽ പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡലിനെ അല്ലെങ്കിൽ ഒരു അപ്രോച്ചിനെയാണ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഓരോ ബിസിനസ് മോഡലും എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നതെന്നും അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നു. സോ വാട്ട് ആർ ദ വേരിയസ് മോഡൽസ് ഓഫ് ബിസിനസ്? There are mainly 7 major business models and they are storefront model, auction model, portal model, name your price model, comparison pricing model, bartering model and shopping cart model. First model, storefront model. In this model, the buyer and seller interact directly. This model provides a combination of transaction processing, security
online payment, information storage, and the dealers to sell their products online. ബയേഴ്സും സെല്ലേഴ്സും ഡയറക്റ്റായിട്ട് ഇൻ്റർനെറ്റ് വഴി ഇൻ്ററാക്റ്റ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റും സർവീസും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് സ്റ്റോർ ഫ്രണ്ട് മോഡൽ. ഈ മോഡലിനകത്ത് ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങും ഓൺലൈൻ സെക്യൂരിറ്റിയും ഓൺലൈൻ ക്യാഷ് പേയ്മെൻറ്റ്സും തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആക്കുന്നുണ്ട്. വാൾമാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകൾ ഈ സ്റ്റോർ ഫ്രണ്ട് മോഡലിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് മോഡൽ ഈസ് ഓപ്ഷൻ മോഡൽ. ഇൻ ദിസ് മോഡൽ സെല്ലേഴ്സ് ഓഫേഴ്സ് പ്രോഡക്റ്റ് ഇൻ ആൻ ഓൺലൈൻ ഓപ്ഷൻ ആൻഡ് ബയേഴ്സ് ബിഡ് ഓൺ വാട്ട് ദേ വാണ്ട് ടു ബൈ. Auction websites act as a forums or intermediary in the internet. These auction websites make their money by taking a percentage of the selling price. അപ്പോൾ ഓപ്ഷൻ മോഡൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് അത് ഓൺലൈൻ ഓപ്ഷൻ നടത്തി, അഥവാ ഓൺലൈനായിട്ട് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ലേലം നടത്തിയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അഥവാ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓപ്ഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ ഓപ്ഷൻ നടത്തുന്ന വെബ്സൈറ്റുകളുണ്ടായിരിക്കും. ഈ വെബ്സൈറ്റിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കാനുള്ള സെല്ലർ അവരുടെ പ്രോഡക്റ്റ് പബ്ലിഷ് ചെയ്യുകയും ആ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള ഇഷ്ടംപോലെ ബയേഴ്സ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. ആ ബയേഴ്സിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് ആ പ്രോഡക്റ്റിന് കൊടുക്കാൻ വില്ലിങ് ആയിട്ടുള്ള ബയറിന് ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, ഈ സെല്ലർ വിൽക്കും. അപ്പോൾ ഈ തരത്തിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലിനെയാണ് ഓപ്ഷൻ മോഡൽ എന്ന് പറയുക. ഓപ്ഷൻ വെബ്സൈറ്റുകൾ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സെല്ലിംഗ് പ്രൈസ്, അതായത് എത്ര രൂപയ്ക്കാണോ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വിൽക്കുന്നത് അതിൻ്റെ ഒരു സെർട്ടൈൻ പേഴ്സൻറ്റേജ് ഈ ഓപ്ഷൻ വെബ്സൈറ്റുകൾ ചാർജ് ചെയ്യും. ആ രീതിയിലായിരിക്കും ഓപ്ഷൻ വെബ്സൈറ്റുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ മണി ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് മോഡൽ ഈസ് പോർട്ടൽ മോഡൽ. എ പോർട്ടൽ കണ്ടന്റ് ബിസിനസ് മോഡൽ ഈസ് എ ഫ്രീ സബ്സ്ക്രിപ്ഷൻ വെബ്സൈറ്റ് that aggregates content from multiple sources. These portal sites help the users to find almost everything they are looking for in a single place. പോർട്ടൽ മോഡൽ എന്താണെന്ന് ചോദിച്ചാൽ, പല സോഴ്സുകളിൽ നിന്നും അഥവാ പല വെബ്സൈറ്റുകളിൽ നിന്നുള്ള കണ്ടൻറ്റ് അഗ്രഗേറ്റ് ചെയ്ത്, അതായത് മൊത്തത്തിൽ കളക്ട് ചെയ്ത് നമുക്ക് ഒരു യൂസറിന് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഫ്രീ സബ്സ്ക്രിപ്ഷൻ വെബ്സൈറ്റിനെയാണ് പോർട്ടൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ പല റിസോഴ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ പല സോഴ്സുകളിൽ നിന്ന് അഥവാ പല വെബ്സൈറ്റുകളിൽ നിന്നുള്ള കണ്ടൻറ്റ്സ് കളക്ട് ചെയ്ത് അഗ്രഗേറ്റ് ചെയ്ത് യൂസേഴ്സിന് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഫ്രീ സബ്സ്ക്രിപ്ഷൻ വെബ്സൈറ്റിനെയാണ് പോർട്ടൽ മോഡൽ എന്ന് പറയുന്നത്. ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു പോർട്ടൽ മോഡലിൽ വരുന്ന വെബ്സൈറ്റാണ് ഗൂഗിൾ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് ആ ഒരു യൂസറിന് ആവശ്യമായിട്ടുള്ള എന്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ പല വെബ്സൈറ്റുകളിൽ നിന്നും ഇത്തരത്തിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ ഡേറ്റാസ് കളക്ട് ചെയ്ത് അഗ്രഗേറ്റ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഫ്രീ സബ്സ്ക്രിപ്ഷൻ വെബ്സൈറ്റുകളെയാണ് പോർട്ടൽ മോഡൽ എന്ന് പറയുന്നത്. പോർട്ടൽ മോഡൽ ഹാവ് 2 types and they are horizontal portals and vertical portals. Horizontal portals aggregates information on a broad range of topics. പല ടോപ്പിക്കുകൾ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പോർട്ടൽ മോഡലാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹൊറിസോണ്ടൽ പോർട്ടൽ എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, വെർട്ടിക്കൽ പോർട്ടൽ aggregates information pertaining to a single area of interest. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ടോപ്പിക്സിനെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി മാത്രം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു പോർട്ടൽ മോഡലാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് വെർട്ടിക്കൽ പോർട്ടൽസ് എന്ന് പറയുന്നത്. ഗൂഗിൾ ഒരു ഹൊറിസോണ്ടൽ പോർട്ടലാണ്. കേരള മാട്രിമോണി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും.
അത് ഒരു വെർട്ടിക്കൽ പോർട്ടലിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് മോഡൽ ഈസ് നെയിം യുവർ പ്രൈസ് മോഡൽ. ഇൻ ദിസ് e-business model, the customers are allowed to specify the price they are willing to pay for products and services. ഈ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിന് അല്ലെങ്കിൽ ഒരു യൂസറിന് ഒരു പ്രോഡക്റ്റ് എത്ര രൂപയ്ക്ക് വാങ്ങാൻ തയ്യാറാണ്, അല്ലെങ്കിൽ എത്ര രൂപ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് കൊടുക്കാൻ വില്ലിങ് ആണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇൻഡസ്ട്രി പാർട്ണർ അഥവാ ഒരു സെല്ലർ തിരഞ്ഞെടുക്കുന്ന ഒരു കസ്റ്റമറിന് എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റ് വിൽക്കും. ഈ രീതിയിലാണ് പ്രോഡക്റ്റോ സർവീസസോ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ആ മോഡലിനെയാണ് നെയിം യുവർ പ്രൈസ് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോഡൽ ഈസ് കമ്പാരിസൺ പ്രൈസിംഗ് മോഡൽ. ദിസ് e-business model allows the customers to identify various merchants in search of the lowest price of a desired product or service. Next model is name your price model. In this e-business model, the customers are allowed to specify the price they are willing to pay for products and services. ഇവിടെ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിന് അല്ലെങ്കിൽ ഒരു യൂസറിന് ഒരു പ്രോഡക്റ്റ് എത്ര രൂപയ്ക്ക് വാങ്ങാൻ തയ്യാറാണ്, അല്ലെങ്കിൽ എത്ര രൂപ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് കൊടുക്കാൻ വില്ലിങ് ആണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇൻഡസ്ട്രി പാർട്ണർ അഥവാ ഒരു സെല്ലർ തിരഞ്ഞെടുക്കുന്ന ഒരു കസ്റ്റമറിന് എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റ് വിൽക്കും. ഈ രീതിയിലാണ് പ്രോഡക്റ്റോ സർവീസസോ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ആ മോഡലിനെയാണ് നെയിം യുവർ പ്രൈസ് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോഡൽ ഈസ് ബാർട്ടറിംഗ് മോഡൽ. ദിസ് ഈസ് എ പോപ്പുലർ e-business model that is based on bartering, which means offering one product in exchange for another. ഒരു പ്രോഡക്റ്റിന് പകരം മറ്റൊരു പ്രോഡക്റ്റ് ഓഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു e-business മോഡലിനെയാണ് ബാർട്ടറിംഗ് മോഡൽ എന്ന് പറയുന്നത്. And the final e-business model is shopping cart model. A shopping cart is a software used in e-business to assist buyers to make purchases online. ഓൺലൈനായിട്ട് ഒരു യൂസറിനെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് ഷോപ്പിംഗ് കാർട്ട് മോഡൽ എന്ന് പറയുന്നത്. അഥവാ ഈ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. So that is the end of our session. Thank you all.